പണിക്കൂലിയിൽ വൻ ഓഫറുകളുമായി സഫ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ മെഗാ ചെയിൻ ആൻഡ് ബാംഗിൾ ഫെസ്റ്റ്. ഈ ഓഫർ ജനുവരി 21 മുതൽ 31 വരെ മാത്രം. സഫ ജ്വല്ലറി. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, കണ്ണൂർ. പാലക്കാട് എലപ്പുള്ളി ബ്രൂവറി പദ്ധതിയിൽ വൻ അഴിമതിയാണ് നടന്നിരിക്കുന്നതെന്ന് AICC പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. ഡൽഹി മദ്യ അഴിമതി കേസിൽ ഈ കമ്പനി ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതൊരു നെറ്റ്വർക്കാണ്. ഇതിന്റെ ആഴം കണ്ടെത്തണം. മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അല്ല, അത് നേരത്തെ ഞങ്ങൾ ഉന്നയിച്ച ഒരു ആരോപണമാണ്. അത് തെലങ്കാന മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം. അവർ കേസ് ഫയൽ ചെയ്യട്ടെ. പക്ഷേ ഇതിനകത്ത് വലിയ തോതിലുള്ള അഴിമതിയുണ്ട്. ഡൽഹി അഴിമതി കേസുമായി ബന്ധപ്പെട്ട ആ അഴിമതി കേസിൽ ഈ കമ്പനി ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു വലിയ നെറ്റ്വർക്കാണ്. ഈ അഴിമതിയുടെ ആഴം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആരോരും അറിയാതെ കേരളത്തിൽ വന്ന് ഒരു ഡിസ്റ്റിലറി, ബ്രൂവറി, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ബോട്ടിലിംഗ്, ബ്രൂവറി, അതോടൊപ്പം തന്നെ വൈനറി, പിന്നീട് എത്തനോൾ, 6 നിർമ്മാണ പ്ലാന്റുകൾ കുടിവെള്ളം കിട്ടാത്ത എലപ്പുള്ളിയിൽ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അത് കർഷക ദ്രോഹമാണ്, അവിടുത്തെ ജനങ്ങൾക്കെതിരായ ഒരു നിലപാടാണ്. അപ്പോൾ ഇതിനകത്ത് വൻ അഴിമതി ഉണ്ട് എന്നുള്ളത് വളരെ ശരിയായ കാര്യമാണ്. അതിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കൂടുതൽ പരിശോധനയിലൂടെ മാത്രമേ കാര്യങ്ങൾ വരികയുള്ളൂ. ഗവൺമെൻറ്റിന് ഇത്ര നിർബന്ധം എന്താണ് ഇതിവിടെ വേണമെന്ന്? കുടിക്കാൻ ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയാത്ത സ്ഥലത്താണ് മദ്യം ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്. ഇത് എവിടുത്തെ നടപടിയാണ്? ഇതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അതുകൊണ്ട് ഇതിനെതിരായി ശക്തമായ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അന്വേഷണമല്ല, ഇത് പിൻവലിക്കുകയാണ് വേണ്ടത്. ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് മാത്രം എങ്ങനെ മദ്യനയത്തിൽ മാറ്റം വന്നു എന്നറിഞ്ഞു. അവരുടെ കയ്യിൽ നിന്ന് മാത്രം എങ്ങനെ പ്രൊജക്റ്റ് വാങ്ങി? മറ്റാരെയും അറിയിച്ചില്ലല്ലോ. നയനാർ ഗവൺമെൻറ് കാലത്ത് മദ്യനയത്തിൽ മാറ്റം വരുത്തിയപ്പോൾ അന്ന് പത്രത്തിൽ പരസ്യം കൊടുത്തു, ആളുകൾ അപേക്ഷ കൊടുത്തു, അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുത്തു. അങ്ങനെയാണ് 1999 ഇനിമേൽ കേരളത്തിൽ ഡിസ്റ്റിലറികൾ വേണ്ട എന്നുള്ള തീരുമാനമെടുത്തത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയൊരു അഴിമതിയുണ്ട്, നിക്ഷിപ്ത താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ വളരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നത്. അതെല്ലാം നമുക്ക് വഴിയെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഗവൺമെൻറ് ഈ കാര്യത്തിൽ അവരുടെ കൈകൾ ശുദ്ധമല്ല. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ കാണിക്കുന്ന നിർബന്ധ ബുദ്ധി, എക്സൈസ് വകുപ്പ് കാണിക്കുന്ന കടുംപിടുത്തം, ഇതെല്ലാം കാണിക്കുന്നത് അവർക്ക് ജനങ്ങളുടെ കുടിവെള്ളത്തേക്കാൾ വലുത് മദ്യ നിർമ്മാണ കമ്പനി. നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി.